ഹലോ ഗൈസ്, ഇന്ന് ഒരുങ്ങി എവിടെ പോകാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആത്താളെ കാണാൻ പോവാണ്. ആരും പേടിക്കേണ്ട. ആത്താളം എന്ന് പറഞ്ഞാൽ അമ്മുമ്മ. ആത്താളെന്ന് കേട്ടിട്ടുള്ളവർ എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കല്ലേ. ഞാൻ സംസാരിക്കുന്ന കേട്ടിട്ട് നിങ്ങൾക്ക് രണ്ടെണ്ണം അടിച്ചിട്ട് സംസാരിക്കുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തികച്ച് യാദൃച്ഛികം മാത്രമാണ്. ഞാൻ പല്ലിൽ കമ്പിട്ടിരിക്കുകയാണ് ഗൈസ്, അതുകൊണ്ടാണ് എനിക്ക് നാക്ക് വഴങ്ങി അങ്ങ് വരുന്നില്ല. അപ്പൊ നിങ്ങൾ ആരും കേട്ട് പേടിക്കണം. ആത്താള വീട്ടിലേക്ക് എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാടും മലയൊക്കെ കയറി വേണം അവിടെ എത്താനായിട്ട്. പിന്നെ പകുതി വരെ ബസ്സുള്ളൂ. ബസ് റൂട്ട് എപ്പോഴും ഇല്ലാത്തൊരു സ്ഥലവും കൂടെയാണ്. പിന്നെ ഇവിടെ കാര്യമായിട്ട് എന്തൊക്കെയോ ശ്രദ്ധിക്കുന്നു. എന്താണോ എന്തോ നാക്ക് അങ്ങോട്ട് വഴങ്ങുന്നില്ല ഗൈസ്. ഞാൻ പറയുമ്പോൾ ഉണ്ടല്ലോ സുണ്ടെന്നൊക്കെയാണ് വരുന്നത്. എനിക്ക് സാ മാത്രമേ വരുന്നുള്ളൂ. സൂ എന്നുള്ള കാറ്റ് മാത്രമേ പുറത്തു വരുന്നുള്ളൂ. കേക്ക് വേണോ? പൈസ കൊടുത്ത് കടിക്കണ പട്ടിയെ വാങ്ങിച്ചിട്ട് സ്വയം കടികൊള്ളുന്ന അവസ്ഥയാണ് ഗൈസ്. പിന്നെ ഇത് എന്റെ ഐഡിയ ആയിപ്പോയി, എന്റെ കാശായിപ്പോയി. അതുകൊണ്ട് മാത്രം ഞാനിത് കണ്ടിന്യൂ ചെയ്യും. വലിയ കമ്പ്യൂട്ടറിന് ശേഷം ഞാൻ എല്ലാവരോടും ചോദിച്ചു, ഈ തുടക്കത്തിലുള്ള വേദനയല്ലേ കാണുള്ളൂ, കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് മാറുമല്ലോ. അപ്പൊ അവർ തന്ന ഉത്തരം എന്താണെന്ന് അറിയാമോ? തുടക്കത്തിലെ വേദന മാത്രമേ ഉള്ളൂ, പിന്നെ അതങ്ങ് ശീലം ആയിക്കൊള്ളുന്നു. അവന്റെ ഒക്കെ ഒരു കോമഡി. പകുതി ഒരു ബസ് ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ ഓട്ടോ പിടിച്ചാണ് ആത്താളെ വീട്ടിലേക്ക് എത്തിപ്പെട്ടത്. ഈ പുച്ഛഭാവത്തിൽ ഇരിക്കുന്നത് ഇതാണ് നമ്മുടെ കഥാനായിക ആത്താള്. സ്വന്തം മോൾ ഇടയ്ക്കിടയ്ക്കൊന്നും വീട്ടിൽ വരാത്തതിന്റെ പരിഭവം പറഞ്ഞ് പിണങ്ങിയിരിക്കുന്ന ഫേസാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. വയസ്സായ തോറും കൊച്ചുപിള്ളേരെ മനസ്സാവും എന്ന് പറയുന്ന വെറുതെ അല്ല. ആത്താക്ക് ഇഷ്ടപ്പെട്ട സാധനമായ സിബപ്പും കൊണ്ടാണ് ഞാൻ പോയത്. അപ്പൊ ഇന്നത്തെ കഥ ഇത്രേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ കാണാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ.